ഗോതമ്പും സ്പൈസസും ഒക്കെ ചേർന്ന് ഏതാണ്ട് 9 മണിക്കൂറിലധികം തീയിൽ കിടന്ന് വെന്ത് റെഡി ആയിട്ടുള്ള ഹൈദരാബാദി സ്പെഷ്യൽ മട്ടൻ ഹലീം, ചിക്കൻ ഹലീം, ഒപ്പം തന്നെ ഇറാനി ദം ചായ, ഹൈദരാബാദ് ബിരിയാണി. ഈ റംസാൻ കാലത്തെ ഹൈദരാബാദ് രുചികൾ അറിയാൻ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഇതാ നമ്മുടെ കൊച്ചിയിൽ ഹലീമിൻ്റെ രുചി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിലെത്തി ഈ മട്ടൻ ഹലീമിൻ്റെ രുചി അറിഞ്ഞവരാണ് കൊച്ചിയിലും ഹലീം തേടിയെത്തുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അടിപൊളി. കുറേ നാളെ ഹലീം കഴിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ ഇവിടെ കണ്ടപ്പോൾ ഞാൻ വന്നതാണ്. അടിപൊളി. ഹൈദരാബാദിൽ നിന്നാണ് നമ്മൾ കൂടുതലും കഴിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ്. കുറേ മണിക്കൂറുകൾ വേവിച്ചിട്ടുണ്ടാക്കണമാണല്ലോ. അതിൻ്റെ ഒരു മട്ടൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് കാര്യമായിട്ട് ഇഷ്ടമായിരിക്കും. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല ഇങ്ങനത്തെ സാധനം. നല്ല ഡിഫറെൻറ്റ് സ്വീറ്റ്, നല്ല സ്വീറ്റ്. ആദ്യം ഹൈദരാബാദിലായിരുന്നു, അപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്റ്റോൾ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടി വന്നാണ്. നല്ല ടേസ്റ്റ്. ഹലീം നമ്മൾ ആക്ച്വലി ഒരു 7-8 അവേഴ്സോളം സ്ലോ കുക്ക് ചെയ്ത് അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പൈസസ് വരുന്നുണ്ട്. പിന്നെ ഒരു 4-5 ടൈപ്സ് ഓഫ് പരിപ്പുകൾ, പിന്നെ നമ്മുടെ മട്ടൺ, റവ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്ന് നമ്മൾ 7-8 മണിക്കൂറോളം അത്രയും സ്ലോ കുക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ സെൻട്രൽ കിച്ചണിൽ നിന്ന് ആ ഒരു ഫ്രഷ്നെസ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ അവിടെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് സെർവ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫ്രഷ്നെസ് തന്നെ ഹൈദരാബാദിൽ എങ്ങനെയാണോ അതേ ഒരു വൈബിൽ തന്നെ അപേക്ഷിച്ച് തന്നെ നമുക്ക് ഇവിടെ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ റംസാൻ കാലത്ത് ഒരു സ്പെഷ്യൽ ടീ കൂടി ഇവിടെ റെഡിയാണ്. ഇറാനി ദം ചായ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പൊതുവെ മധുരം കൂടിയതാണെന്നാണ് പറയുക. കുങ്കുമപ്പൂവൊക്കെ ആഡ് ചെയ്ത് തയ്യാറാക്കുന്ന സ്പെഷ്യൽ ചായയാണ്. മധുരമുണ്ട്. ഇനി മധുരം ഇഷ്ടമല്ലാത്തവർക്ക് മധുരം കുറച്ചും കിട്ടും. എന്തായാലും സംഭവങ്ങളാണ്. ഒരു ഹൈദരാബാദി സ്പെഷ്യൽ ഡെസേർട്ട് കൂടെ ഇവിടെ ഉണ്ട്. ഡബിൾ കമീത്ത. ഇതാണ് ആ സംഭവം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.